So guys, this is your Cinema Maniac. So, ഗുരുവായൂരമ്പലം നടയിൽ ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്, ജയ 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 ഹേ ഫെയിം. എനിക്കിഷ്ടപ്പെട്ടു. അതായത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദീപു പ്രദീപ്, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയേക്കണത്. അത് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാസ്റ്റാണുള്ളത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, മനോജ് കെയ്യു, ബൈജു സന്തോഷ്, ജഗദീഷ്, അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ. അതായത് ബേസിൽ ജോസഫും പൃഥ്വിരാജിൻ്റെയും ക്യാരക്ടേഴ്സ് ഇതിൽ അളിയന്മാരാണ്. അപ്പം ആ ഒരു സംഭവം അത് ഭയങ്കര രസമായിട്ട് അവരുടെ ആ ഒരു റിലേഷൻ പ്രസൻറ്റ് ചെയ്യാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ. അങ്ങനെ ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ ബേസിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ലൈക്ക് ആ ക്യാരക്ടറിനെ, ആ മനുഷ്യനെ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു ഇതാണ്, പ്രേക്ഷകർക്ക് വല്ലാത്തൊരു എനർജിയാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആയാലും ബേസിലായാലും അനശ്വര രാജനായാലും നിഖില വിമലായാലും ഒക്കെ അങ്ങനെ മോശമാക്കിയെന്ന് പറയാനില്ല. അങ്ങനെ പിന്നെ കോമഡീസ് ആയാലും അങ്ങനെ വലിയ കോമഡി എന്ന് പറയാനില്ല. കൂടുതലും എനിക്ക് തോന്നിയത് കോമഡികൾ വർക്കൗട്ടായതായി എനിക്ക് തോന്നിയത് ലൈക്ക് ഈ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, ആ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭവത്തിലാണ് കോമഡികളൊക്കെ കൂടുതൽ വർക്കൗട്ടായതായി എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ അതുകൊണ്ടും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം, അതും ഈ പറഞ്ഞോണം ടിൽ ദ ക്ലൈമാക്സ്, ആ ഇൻ്റർവെല്ലിൽ അത് ചുരുളഴിയുന്നത് വരെ ഭയങ്കര രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അത് ഭയങ്കര രസമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കണേ. അത് നമ്മളുടെ മുമ്പിൽ ഇപ്പം ബേസിൽ ജോസഫ് ആണെങ്കിലും അത് അഭിനയിക്കുന്നതായാലും നന്നായിട്ടുണ്ട്. അത് ആ ഇൻ്റർവെല്ലിൽ ചുരുളഴിയുന്നത് വരെ രസമായിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടായാലും അങ്ങനെ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പാട്ടുകളാണ്. അതായത് ഇതിൽ പഴയ പാട്ടുകൾ ഇവർ ഉപയോഗിച്ചേക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, മ്യൂസിക് അൻകിത് മേനോനാണ് മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പൊളി. അത് ഈ പഴയ പാട്ട്, പ്രത്യേകിച്ച് ഈ അഴകിയ ലൈല, അതുകൊണ്ട് തന്നെ വേറെ പഴയ പാട്ടുകളും പഴയ ട്രാക്കുകളും ഒക്കെ ഇവർ ഉപയോഗിച്ചേക്കുന്നതൊക്കെ ഭയങ്കര പൊളിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുകൊണ്ട് തന്നെ റെഫറൻസുകൾ, അതായത് ഒരു കുറേ റെഫറൻസുകളുണ്ട് ഇതിനകത്ത്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും. അതായത് ബേസിലും പൃഥ്വിരാജും ഡയറക്ടേഴ്സാണ്. അപ്പം അവരുടെ പടങ്ങൾ വെച്ച് തന്നെയുള്ള റെഫറൻസുകൾ ആസ് ഡയറക്ടേഴ്സ്, അങ്ങനെ ആ റെഫറൻസുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ റെഫറൻസുകൾ നമുക്കിപ്പോൾ നമ്മൾ റെഫറൻസുകൾ, മറ്റ് സിനിമകളുടെ റെഫറൻസുകൾ, അല്ലെങ്കിൽ ഡയലോഗുകളുടെ റെഫറൻസുകൾ, അല്ലെങ്കിൽ റീൽസ്, ഇതിലൊക്കെ റീൽസിൻ്റെ ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ റീൽസിൻ്റെയൊക്കെ റെഫറൻസ് ഉപയോഗിക്കുന്നത് ഒരു പുതുമയല്ല, പക്ഷേ അത് രസമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് കൊളുത്തേണ്ടോടത്ത് കൊളുത്തണം, അത് അടിക്കേണ്ട അടുത്ത് അടിക്കണം. അങ്ങനെ റെഫറൻസുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് പണി അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും പണി അറിയാവുന്ന ഒരു ഡയറക്ടറും വേണം. ഇവിടെ അങ്ങനെയുള്ള 2 പേരുണ്ട്, ദീപു പ്രദീപും അതുപോലെ തന്നെ വിപിൻ ദാസും പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ യോഗി ബാബു, പറയാൻ മറന്നുപോയി, യോഗി ബാബു ഉണ്ട്, ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് ബേസിൽ ജോസഫിൻ്റെ ഫ്രണ്ടായിട്ട്. അതും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഡയറക്ടർ കൊടുത്തേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. ആ ക്യാരക്ടേഴ്സിനെ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ അനശ്വര രാജൻ്റെ ക്യാരക്ടറായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോണം തന്നെ ഈ ബ്രോ, പേരാളുടെ മറന്നുപോയി, മറ്റേ ഇത് രോമാഞ്ചത്തിൽ, അതുകൊണ്ട് തന്നെ ഫാലിമിയിലൊക്കെ ഉണ്ടായിരുന്ന ആൾ നല്ലൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രസമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്ന ക്ലൈമാക്സ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് റെഫറൻസുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ റെഫറൻസുകളിൽ ഏറ്റവും വേറെ ഒരു റെഫറൻസിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും ഈ റെഫറൻസിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ആ മൂവി പൂർണ്ണമാവില്ല. അതായത് നന്ദനത്തിൻ്റെ ഒരു പുള്ളി റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ട്രാക്ക് ജഗന് 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 ജഗന്, ആ ട്രാക്ക് പൊളിച്ചിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്ലൈമാക്സിൽ അവർ ആ ട്രാക്ക് ആ ക്ലൈമാക്സിൻ്റെ ഒപ്പം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ക്ലൈമാക്സിൽ തന്നെ അജു വർഗീസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്.
ക്യാമിയോ ആയിട്ട് അങ്ങനെ, അതായത് ഒരു പാട്ടാണ്. ആ പാട്ട് എന്ന് പറയുന്നത് ആ ക്ലൈമാക്സ് ആ സീനിനെ ഡെപ്പിക്റ്റ് ചെയ്യണോണം, വരച്ച് വെച്ചേക്കുവാണ് ആ പാട്ടും കൊണ്ട് ക്ലൈമാക്സ് സീനിന്. പിന്നെ പറഞ്ഞല്ലോ ക്ലൈമാക്സിൽ തന്നെ നന്ദനം, കറക്റ്റ് നന്ദനം, അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് വന്നത് നന്ദനത്തിലൂടെ ആ നന്ദനം അവരനുവർത്തമാക്കി അവിടെ. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു ഡയലോഗുണ്ട് ക്ലൈമാക്സിൽ, അത് തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പൊളിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സ് ആണ്. അങ്ങനെ സോ ഓൾ ഇൻ ഓൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്തൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.